സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ നടത്തിയ മൊഴിയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം. പരാതിക്കാരിക്കെതിരെ നിർണായക മൊഴി നൽകിയിരിക്കുന്നു ഫെനി. പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് മൊഴി നൽകിയത്. UDF സർക്കാരിന് പണി കൊടുക്കണമെന്ന് സോളാർ കേസ് പരാതിക്കാരി ആവശ്യപ്പെട്ടു. പരാതിക്കാരി ജയിലിൽ നിന്ന് തനിക്ക് കൈമാറിയ കത്തിലുണ്ടായിരുന്നത് 21 പേജുകൾ മാത്രമാണ്. കത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഇല്ലായിരുന്നു. പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം കത്ത് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ബന്ധുവിന് കൈമാറിയെന്നും ഫെനിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരായി. ഞാനിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പത്തനംതിട്ട ജയിലിൽ വെച്ച് 19/7/2013 ഈ കേസിലെ 1-ാം പ്രതി എനിക്ക് 21 പേജുള്ള ഒരു ഡ്രാഫ്റ്റാണ് എൻ്റെ തന്നത്. അത് പിന്നീട് ഈ കേസിലെ 2-ാം പ്രതിയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ ഗൂഢാലോചന ഭാഗമായിട്ട് അത് 4 പേജും കൂടെ ആഡ് ചെയ്ത് അത് 25 പേജാക്കി അത് സോളാർ കമ്മീഷനിലും പലയിടത്തും ഹാജരാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു മൊഴി, വിശദമായിട്ടുള്ള മൊഴിയാണ് ഞാനിവിടെ കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടാണ് ആ 21 പേജുള്ള ഒരു കത്ത് ഞാനത് വാങ്ങിച്ചെടുത്തത്. അതിനുശേഷം അത് തിരുത്തി 4 പേജും കൂടെ ആക്കി അത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കി അതിന് മേലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മേലിലുള്ള ഒരു കേസ് കോടതി എൻ്റെ മൊഴിയെടുത്ത് ആദ്യം ഒരു മൊഴി എടുത്തിരുന്നു. ആ മൊഴിയിൽ പ്രഥമാദൃഷ്ടി കേസ് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ട് ശേഷമാണ് അത് CC ആക്കിയിട്ട് രണ്ടാമത് എൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അത് 21 പേജാണ് എനിക്ക് കിട്ടിയത്. അത് ബാക്കി 4 പേജും കൂടെ ആഡ് ചെയ്ത് 25 പേജ് ഉണ്ടാക്കി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് മനഃപൂർവ്വം അതിനകത്ത് ആഡ് ചെയ്ത് പല UDF നേതാക്കന്മാരുടെ പേരും അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നു. നൽകാനായി ലിജോ റോളൻസ് ആണ് ചേരുന്നത്. ലിജോ, ഈ കത്തിലെ പേജുകൾ അത് കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പരാതിയിലാണ് ഇപ്പോൾ ഫെനി മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മജിസ്ട്രേറ്റിന് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്? ദിവ്യ, സോളാർ പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. ഫെനി ബാലകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ സംബന്ധിച്ച്, അതായത് ഈ പേജുകൾ കൂട്ടിച്ചേർത്തതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയ പരാതിയിൽ മൊഴി നൽകാനായി കോടതിയിലെത്തിയത്. അതിലാണ് ചില നിർണായകമായ കാര്യങ്ങൾ മൊഴിയായി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സോളാർ പരാതിക്കാരി തന്നോട് പറഞ്ഞതായി ഫെനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് UDF നേതാക്കൾക്ക് പണി കൊടുക്കണം എന്നുള്ള ഒരു നിലപാട് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാര്യം പരാതിക്കാരി തന്നോട് പറഞ്ഞിരുന്നതായി ഫെനി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ ലഭിച്ച കത്തിലുണ്ടായിരുന്നത് 21 പേജുകൾ മാത്രമായിരുന്നു. പത്തനംതിട്ട ജയിലിൽ വെച്ചാണ് ഈ പരാതിക്കാരി തൻ്റെ കയ്യിലേക്ക് കത്ത് കൈമാറുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് അത് രസീത് ഉൾപ്പെടെ കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു 21 പേജുള്ള കത്ത് തൻ്റെ കയ്യിലേക്ക് വന്നത്. എന്നാൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെയും കാത്ത് നിലവിൽ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാളുമൊത്ത് തിരുവനന്തപുരത്തേക്ക് പോവുകയും മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ശരണ്യ മനോജിന്റെ കയ്യിലേക്ക് ആ കത്ത് കൈമാറി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്കറിയില്ല. പിന്നീട് പുറത്തേക്ക് വരുന്ന കത്തിൽ 25 പേജുകളുണ്ട്. അതായത് 4 പേജുകൾ